നിങ്ങൾ നിൽക്കുന്ന ഭൂമി പോലും ചുട്ടുപഴുത്ത ചെമ്പുപോലെ ചൂടാകും. കാൽപാദങ്ങൾ വെന്തുരുകുന്നു. നിങ്ങൾ ഒരു തണലിനായി ചുറ്റും നോക്കുന്നു. പക്ഷേ കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആ വെള്ള മൈതാനത്ത് ഒരു മരം പോലുമില്ല, ഒരു തുള്ളി വെള്ളമില്ല. വിശപ്പും ദാഹവും നിങ്ങളെ തളർത്തുന്നു. ഭയത്താൽ നിങ്ങളുടെ മിഴികൾ തലയോട്ടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. മലക്കുകൾ ആകാശത്തിന്റെ ഓരോ തട്ടുകളിൽ നിന്നും വരിവരിയായി ഇറങ്ങിവന്നു മനുഷ്യരെ വളയുന്നു. ആ ഭയാനകമായ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ വിധി കാത്ത് നിങ്ങൾ വിറച്ചു നിൽക്കുന്നു. ഓരോ മലക്കും ഓരോ ഭീമാകാരമായ രൂപത്തിൽ നിങ്ങളെ ചുറ്റി നിൽക്കുന്നു. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ പോലും അന്ന് ഹാജരാക്കപ്പെടും. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അന്ന് അതിന് നീതി നടപ്പാക്കപ്പെടും. മൃഗങ്ങൾക്ക് നീതി നൽകിയ ശേഷം അല്ലാഹു കൽപ്പിക്കും, നിങ്ങൾ മണ്ണായി മാറുക. അപ്പോൾ പാപികളായ മനുഷ്യർ ആ മൃഗങ്ങളെ നോക്കി വിലപിക്കും, യാ ലൈത്തനി കുന്തു തുറാബ, ഞാനും ആ മൃഗങ്ങളെപ്പോലെ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. കാരണം മണ്ണായി മാറുന്ന മൃഗങ്ങൾക്ക് പിന്നീട് വിചാരണയോ നരകമോ ഇല്ല. പക്ഷേ നിങ്ങൾക്കതിൽ ഒരു ഭീകരമായ തുടക്കം മാത്രമാണ്. ആ മൃഗങ്ങളെപ്പോലെ മണ്ണായി മാറിയിരുന്നെങ്കിലെന്ന് നിങ്ങൾ ഓരോ സെക്കൻഡും കൊതിച്ചു പോകും. ഒരു ചെറിയ മറ പോലും അവിടെ ലഭിക്കില്ലെന്ന തിരിച്ചറിവ് നിങ്ങളെ തകർത്തുകളയും. സൂര്യൻ വെറും 1 മൈൽ അകലത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു. ഇന്ന് സൂര്യൻ കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറത്തായിട്ടും നാം ചൂട് താങ്ങുന്നില്ല. എങ്കിൽ അന്ന് ആ മൈതാനത്തെ ചൂട് സങ്കല്പിക്കുക. തലച്ചോറ് തിളച്ചുമറിയുന്ന ആ ചൂട്. ഭൂമി ഒരു ചെമ്പ് തകിട് പോലെ ചുട്ടുപഴുക്കുന്നു. ദാഹം കൊണ്ട് നിങ്ങളുടെ നാവ് വരണ്ടുണങ്ങി പുറത്തേക്ക് തള്ളുന്നു. നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. അവിടെ മനുഷ്യർ തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സ്വന്തം വിയർപ്പിൽ മുങ്ങുന്നു. സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ ഓരോ പാപവും അന്ന് ദ്രാവക രൂപത്തിൽ നിങ്ങളുടെ വിയർപ്പായി പുറത്തേക്ക് വരുന്നു. ചിലർക്ക് വിയർപ്പ് കണങ്കാൽ വരെ, ചിലർക്ക് മുട്ടുവരെ. എന്നാൽ പാപഭാരം കൂടിയവർ, പ്രത്യേകിച്ച് പലിശ തിന്നവരും പരദൂഷണം പറഞ്ഞവരും മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നവരും സ്വന്തം വിയർപ്പിന്റെ ആഴത്തിൽ ശ്വാസം മുട്ടും. വിയർപ്പിന്റെ തിരമാലകൾ നിങ്ങളുടെ മൂക്കിലേക്ക് വരെ ഇരച്ചു കയറുന്നു. നിങ്ങൾ ശ്വാസത്തിനായി പിടയുന്നു. പക്ഷേ ചുറ്റും വിയർപ്പിന്റെ നാറ്റം മാത്രം. മരിക്കാൻ ആഗ്രഹിച്ചു പോകും. പക്ഷേ അന്ന് മരണമെന്നൊന്നില്ല. 50,000 വർഷങ്ങളുടെ ദൈർഘ്യമുള്ള ആ ഒരു പകൽ.